ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എത്ര പെട്ടെന്നല്ലേ ആദ്യത്തെ 10 കഴിഞ്ഞത്. ഇനി ഇതിലും സ്പീഡിലാവും ബാക്കിയുള്ള നോമ്പും കൂടെ കഴിയുക. ഇന്നിപ്പോൾ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണിയാണ് നോമ്പറക്കുമ്പോഴേക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് എത്തും, നോമ്പറക്കുമ്പോഴേക്ക് എത്തൂല, ആൾ രാത്രിയൊക്കെ ആവും എത്തണമെന്നുണ്ടെങ്കിൽ. ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ബീഫൊക്കെ അത് അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. നിഷു തറവാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ ഓളെ ആൻറ്റിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. ആൻറ്റിയും കുട്ടികളും എത്തിയാൽ ഒന്നുകിൽ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ നിഷുവിനെ അങ്ങോട്ട് വേണം. ഇപ്പോൾ അസർ നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോൾ എത്തിയിട്ടുണ്ട് പേരക്കുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഇവിടെയും സ്പെഷ്യലാണ്. അപ്പം ഇനി ഓള് പോരണോന്നൊക്കെ ഞാൻ ചോദിച്ചേ, ബട്ട് അതൊന്നും ഓൽക്ക് കേൾക്കണ്ട. ഓൽക്ക് നിഷുവിനെ കൊണ്ടുപോയേ തീരുള്ളൂ. നിഷു ആണെങ്കിൽ ആൻറ്റിയും കുട്ടികളും വന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് ഫുൾ ഇൻട്രസ്റ്റിലാണ്, പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. So, കടന്നല്ലോ. അയ്യോട്ടാ അവിടെ ടാറ്റമ്പടെ ടാറ്റ പോയോ? മറ്റു പോയമ്മേ. ഇത്താത്ത പോവാണെന്ന് കണ്ടപ്പോൾ അയ്യബുട്ടൻ്റെ കണ്ണിലൊരു കൊടം വെള്ളമുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കരയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഉപ്പച്ചി സമ്മതിക്കണില്ല. അതുകൊണ്ട് ഞാൻ വേഗം കിച്ചണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ കരഞ്ഞാൽ എനിക്ക് തന്നെ ഇക്കാരം പണി. ഇതിപ്പം ഒരു 5 മണി 5:15 എങ്ങാണ്ടായിട്ടുണ്ട്. ഈ ഒരു നേരത്താണ് ഞാനിവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അതായത് രാവിലെ ഉണ്ടാക്കി വെക്കണം. ഇനിയിപ്പോൾ രാവിലെ പോട്ടെ, ഉച്ചൻ്റെ ശേഷയിലും ഇറങ്ങി ഉണ്ടാക്കണം എന്നൊക്കെയാണ് കരുതിയത്. ബട്ട് എഡിറ്റിംഗ് ആയിട്ടും പിന്നെ നമ്മുടെ ഓൺലൈൻ ബോട്ടിക്കിൻ്റെ കാര്യങ്ങൾ നോക്കൽ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ായിട്ട് ആകെ മൊത്തം ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് പെൻഡിങ് ആയി. ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ബാക്കി കാര്യങ്ങൾക്കാണ് എനിക്ക് കുറച്ച് ടൈം എടുക്കൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിഷയമല്ല. ഞാനൊന്ന് മനസ്സ് വെച്ച് കിച്ചണിക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ ചെയ്യാനുള്ള പരിപാടി അതിൻ്റെ ഉള്ളിലുള്ളൂ. അരിയലും ചതക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബിരിയാണി പോട്ടൊക്കെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ വെല്ലുള്ളിയും കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്ത് കുറച്ച് തക്കാളിയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം വഴന്നിങ്ങോട്ട് വെന്ത് സെറ്റായി വരണമല്ലോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം നെയ്യാണ് കേട്ടോ, അല്ലാണ്ട് വെള്ളമല്ല. അത്യാവശ്യം നല്ല നെയ്യുള്ള ബീഫാണ്. കുക്കർ കഴുകാനൊന്നും നിന്നിട്ടില്ല. ഈ ഒരു സെയിം കുക്കറിൽ തന്നെയാണ് നമ്മൾ റൈസും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് നമുക്ക് അടുപ്പില്ല കേട്ടോ, വിറകടുപ്പില്ല. ഈ ഒരു ഗ്യാസ് സ്റ്റൗ അതേപോലെ തന്നെ ഇലക്ട്രിക് സ്റ്റൗ, ഈ 2 സംഭവം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സോ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ചോറ് റെഡിയാക്കും, എന്നിട്ട് മസാല ഈ ബിരിയാണി പോട്ടിലും സെറ്റ് ചെയ്യും. ഇങ്ങനെയാണ് പതിവ്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഇത് 3ഉം കൂടെ അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജാറിനകത്തുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പോരാനിട്ട് കുറച്ച് വെള്ളം കൂടെ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫുഡൊന്നും വേസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇതൊന്നും അത്ര മോശമുള്ള കാര്യമല്ല, എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെ ഇക്കാരല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഗരം മസാല, അതായത് നമ്മുടെ ബിരിയാണിയുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ജാതിക്ക, പട്ട, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ പൊടിച്ചിട്ടുള്ള ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ബീഫ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ദെൻ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഓസിന് കിട്ടിയ കറിവേപ്പിലയാണ് താഴ്ത്തത്തെ വീട്ടിൽ നിന്ന്, അതാണ് ഇങ്ങനെ ധാരാളം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ നമ്മൾ ആവശ്യത്തിനുള്ള തൈരും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൽ നമ്മൾ ഓൾറെഡി മസാല പൗഡറൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക, പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ച് അങ്ങനെ അടച്ചങ്ങോട്ട് വെച്ചാൽ അതവിടെ കിടന്നങ്ങോട്ട് വെന്തോളും. ഒരടുപ്പത്ത് ബിരിയാണിക്കുള്ള മസാലയൊക്കെ സെറ്റ് ആവുന്നുണ്ട്, വേറൊരടുപ്പത്ത് ഇതാ ബിരിയാണി റൈസും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിതാ ഇവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കും.
എടുക്കുവാണ്. ബിരിയാണി ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലും ഇതൊന്നും നമ്മൾ ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കണ ആ ദം ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റിലോട്ട് എത്തൂല കേട്ടോ. അതൊന്നും വേറെ തന്നെ ആയിരിക്കും. റൈസിന് വെറും 2 വിസിൽ മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം തന്നെ നമ്മളിത് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ എയർ ഒന്ന് കളഞ്ഞു കൊടുക്കുവാണ്. അല്ല അതിൽ തന്നെ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതാകെ മൊത്തം വെന്തങ്ങടെ കലങ്ങും. ബിരിയാണി ഒരുപാട് വെന്ത് പോയാലും ടേസ്റ്റ് ഇല്ല, എന്നാൽ ഒട്ടും വേവാഞ്ഞാലും ടേസ്റ്റ് ഇല്ല. അതിൻ്റെ ആ ഒരു മിഡിൽ നിൽക്കണമല്ലോ. റൈസ് കുക്കറിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു തട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഉള്ളിയൊക്കെ മാറ്റി വെച്ചിരുന്നല്ലോ, അതൊക്കെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. ഉള്ളിയും നട്ട്സും മുന്തിരിയും പിന്നെ നമ്മുടെ കറിവേപ്പിലുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് എടുക്കുക തന്നെ. ബിരിയാണിക്കുള്ള മസാലയൊക്കെ അത് അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ റൈസൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അതൊന്ന് ദം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആവേശം കുറച്ച് ഓവറായി പോയോണ്ട് തന്നെ ഒറ്റയടിക്ക് തട്ടോണ്ട് അങ്ങോട്ട് അതിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ സംഭവം പണി പാടുമെന്ന് തോന്നിയപ്പോൾ ഇതാ കുറച്ചീച്ചായിട്ട് അയക്കങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് നമ്മൾ ഡയറക്റ്റ് ആ മസാലേൻ്റെ മുകൾക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് വാഴയിലയോ അല്ലെങ്കിൽ തുണിയോ അങ്ങനെയൊന്നും വെക്കണില്ല കേട്ടോ. അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നെയ്ച്ചോറ് ബീഫ് മസാല ആ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് പോകും. അല്ലാതെ പക്ക ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റിലോട്ട് എത്തൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കണത്. ദെൻ ലാസ്റ്റ് നമ്മുടെ അലങ്കാരപ്പണികൾ അതും കൂടെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബിരിയാണി പോട്ടിൽ ഇങ്ങനെ ദം ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് എക്സ്ട്രാ ഉണ്ട്, അതും വെച്ച് അടച്ചു വെച്ചിട്ട് അതവിടെ കിടന്നിട്ട് അങ്ങോട്ട് ആയിക്കോളൂ. ഇനി ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് സാലഡ് ഫറലാണല്ലോ, അച്ചാറിപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിക്ക് ഈ തൈര് എല്ലാവർക്കും മസ്റ്റ് ആയിക്കാരം. സോ നമ്മൾ അതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. വലിയുള്ളിയും പച്ചമുളകും ചപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള തൈരും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി എടുത്താൽ ഇതും ഇവിടെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ദെൻ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ജ്യൂസൊക്കെ ഒന്ന് അടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് വരുന്നത്. ഫ്രൂട്ട്സ് നമ്മൾ ഒരുപാടൊന്നും കട്ട് ചെയ്ത് കൂട്ടലില്ല. ആ ഒരു പ്ലേറ്റിൽ ഉണ്ടല്ലോ അത് ഇന്നലത്തേത് ഓൾറെഡി ഇരിപ്പുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ബാലൻസ് ഉള്ളതാണ് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്. നമ്മളിവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരുപാടൊന്നും എടുക്കലില്ല കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ തന്നെ തിന്ന് തീർക്കേണ്ടതല്ലേ. അപ്പോൾ നോമ്പറന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ഒരുപാട് അങ്ങോട്ട് വേണ്ടി വരില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുക്കുക. ജ്യൂസിന് നമുക്കിന്നും ആപ്പിൾ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ അതും അവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിതാ ജ്യൂസും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ റെഡിയായി. ഇനി ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇതിനിപ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റണ്ട, അതായത് ഒക്കെ ഇതിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് റൈസ് ജസ്റ്റ് മുകളിലൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി രണ്ടും രണ്ടാക്കി തന്നെ മാറ്റാമെന്ന് വിചാരിച്ച്. അതാവുമ്പോൾ മസാല ആയാലും ശരി ചോറായാലും ശരി പെട്ടെന്നൊന്നും അങ്ങോട്ട് കേട് വരില്ല. അതായത് കുറച്ചിനി ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ വേണ്ട ആവശ്യമില്ല. അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. രണ്ടും രണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബർക്കത്താണ് നമുക്ക്. ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ കറണ്ട് പോയിട്ടുണ്ട്. വീഡിയോ എടുക്കണോണ്ട് തന്നെ ബാക്കി കറണ്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച ആദ്യം. പിന്നെ തോന്നി ഇനിയും ഡിലേ ആക്കിയാൽ ടൈം അങ്ങേ അറ്റം എത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം ബാങ്ക് കൊടുക്കാൻ തന്നെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിലുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ബിരിയാണി ഉണ്ടാക്കുക, നെയ്ച്ചോറ് തേങ്ങാച്ചോറ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് കേട്ടോ. എന്തായാലും ഇതാ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫ്രൈഡ് ഐറ്റംസ്, അതായത് നമ്മൾ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ബിരിയാണീൻ്റെ അത്യാവശ്യം ഹെവി ഫുഡാണല്ലോ, അപ്പോൾ ഇതന്നെ ധാരാളം എന്ന് വിചാരിച്ച്. നോമ്പറക്കാൻ നേരത്ത് നിഷൊന്നും എത്തിയിട്ടില്ലേനല്ലോ, അപ്പോൾ രാത്രി ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. കൂടെ നമ്മുടെ ഇസുട്ടനും ഇന്നിവിടെ നിൽക്കാനെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ ഹസ്ബൻഡും എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു 10ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.